കോൾസിൻസ് കോക്ക് വാഴ 2 നല്ല കിടുക്കാച്ചി കിഡിലോസ്കി പടം. ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. അതായത് 2.25 മണിക്കൂറിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സീൻ ബൈ സീൻ ഇങ്ങനെ പൊട്ടേന്ന് കൊണ്ട് അത്രയും ഫണ്ണ് അവസാനം ഇമോഷണൽ ആവും നമ്മൾ. അതായത് ഒട്ടും ഓവർ ഡ്രാമാറ്റിക് ആവാതെ വളരെ, അതായത് നമ്മളെ കഥാപാത്രങ്ങളുടെ കൂടെ കൊണ്ടുപോയിട്ട് കിട്ടില്ല റൈറ്റിംഗ്. വിപിൻ ദാസ് അഗൈൻ യു മാൻ, അന്യ റൈറ്റിംഗ്. അതായത് സിറ്റ്കോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന കഥാപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഹ്യൂമർ, അതുപോലെ ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്ന രീതി ആൻഡ് സവിൻ എസ് ഐ കിടിലൻ ഡയറക്ഷൻ. വെറുതെ ഫ്ലാറ്റായിട്ട് സ്ക്രിപ്റ്റ് അങ്ങനെ അങ്ങ് ഡയറക്റ്റ് ചെയ്ത് വെച്ചതല്ല. തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം സെറ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഉണ്ടാകുന്ന ഒരു കണക്ഷൻ ഇദ്ദേഹം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഹാഷിർ ചെയ്ത കഥാപാത്രം, അലൻ ചെയ്ത കഥാപാത്രം, ഇവർ രണ്ടുപേരുടെയും ഫാമിലി, അത് കുട്ടിക്കാലം മുതൽക്ക് കാണിച്ച് അതങ്ങനെ പതുക്കെ പടത്തിലേക്ക് നമ്മളെ കയറ്റി അങ്ങനെയാണ് പടം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഹൂക്ക് തുടക്കത്തിൽ ഉണ്ടാവുന്നതോട് കൂടി തന്നെ പടത്തിനകത്തായി. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കോമഡി, അതുപോലെ ഇവരെ സ്ഥിരം, അതായത് സ്കൂൾ ലൈഫ്, പ്ലസ് ടു ലൈഫ്. വാഴ എവിടെ നിർത്തിയോ അതേ വാഴയുടെ സെയിം പരിപാടി തന്നെ, പക്ഷേ ഇത് ഭയങ്കര ഫ്രഷ്. എനിക്ക് വാഴയെക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. അതായത് വാഴ ഇതാണെങ്കിൽ വാഴ 2 ഇതാണ്. അത്രയും കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിനകത്ത്. അതിൽ വിപിൻ ദാസിൻ്റെ റൈറ്റിംഗ് ഐ ആം അഗെയിൻ സെയിങ് ഇറ്റ്, കിടിലൻ റൈറ്റിംഗ്. അങ്ങനെ പോകുന്ന സിനിമ. പിന്നെ പെർഫോമൻസസ് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ, ആഷിർ, അലൻ, അജിൻ ചോയ്, വിനായക്. ഇതിൽ പിന്നെ ആഷിറും അലനും അവരെന്താണോ കുറേ വർഷങ്ങളായിട്ട് അവരുടെ വീഡിയോസിൽ കൂടി ചെയ്തു വെക്കുന്നത്, അത് സിനിമയിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ അപ്പുറം നിൽക്കുന്ന പെർഫോമൻസ്. കാരണം കോമഡി ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സോണാണ്, അവരുടെ ഒരു സേഫ് സോണാണ്. അത് മാത്രമല്ല, ഇവർ ഇതിൻ്റെ ലവ് ട്രാക്ക് പരിപാടി ആഷിർ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ പിന്നെ അവസാനമാകുമ്പോഴത്തേക്ക് ഇമോഷണൽ സാധനങ്ങൾ വരുന്നത്, അത് എല്ലാവരും തന്നെ, വിനായകായി കഴിഞ്ഞാലും പിന്നെ അജിനായി കഴിഞ്ഞാലും എല്ലാവരും കിട്ടലും പെർഫോമൻസ്. അങ്ങനെ ഇതിൽ തന്നെ ഇവരെ ഈ ആഷിറിൻ്റെ മലൻ്റെ കുട്ടിക്കാലം, അതിൽ ആഷിറിൻ്റെ കുട്ടിക്കാലം ഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പ്രസൻറ്റ് ചെയ്ത രീതി, അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ രണ്ടാമത്തെ ഫേസിൽ ഏറ്റവും ചെറിയ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫേസിൽ വരുന്ന ചെക്കൻ കിട്ടലിന് അഭിനയം. അതുപോലെ പിന്നെ വലുതായപ്പം അഭിനയിച്ച ആഷിറിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ചെക്കനും കിട്ടലിന് അഭിനയം. അതായത് കാസ്റ്റിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഒരൊറ്റ സിനിമ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ആൾക്കാരെ അങ്ങനെയാണ് ഇവർ എടുത്ത് വെച്ചേക്കുന്നത്, എന്നിട്ട് അഭിനയിപ്പിച്ചിട്ട് വിട്ടേക്കുന്നത്. അത് ഓരോ സീൻസിനും അത് ഭയങ്കര മുതൽക്കൂട്ടാണ്. അത് കോമഡി ആയി കഴിഞ്ഞാലും ഇമോഷണൽ ആയി കഴിഞ്ഞാലും ഡയലോഗ് ഡെലിവറി ആയി കഴിഞ്ഞാലും അതായത് നാച്ചുറൽ, വളരെ ഓർഗാനിക് ആയിട്ടാണ് സിനിമ ഉടനീളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ ആഷിറിൻ്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഏഞ്ചൽ മേരി, അവർ നല്ല കാണാനും നല്ല ലുക്കാണ്. അതുപോലെ തന്നെ അഭിനയം കട്ട. പിന്നെ ആഷിറിൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ചവർ ഒരു രക്ഷയില്ല. പിന്നെ ആഷിറിൻ്റെ തന്നെ പിന്നെ ഇളയപ്പയായിട്ട് അഭിനയിച്ച കക്ഷി, അതായത് അയാളോട് നമുക്ക് ഇറിറ്റേഷൻ തോന്നും, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ മറ്റേ അലൻ്റെ ഫാമിലി, സുധീഷ് കിട്ടലിന് അഭിനയം. പിന്നെ ബിജിക്കുട്ടനും വിനായകൻ തമ്മിലുള്ള ബോണ്ടിങ്, ബിജിക്കുട്ടൻ്റെ അഭിനയം, അതൊക്കെ കാസ്റ്റിംഗ് കറക്റ്റ്. ബിജിക്കുട്ടൻ വിനായകൻ്റെ അച്ഛനാണ് തന്നെ നമുക്ക് തോന്നും. അതുപോലെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ കാസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ വിനായകൻ്റെ കുട്ടിക്കാലം കാണിക്കുന്ന സമയത്ത് അങ്ങനെ ഓരോ കഥാപാത്രത്തിനും കൃത്യമായ സ്പേസ് കൊടുത്തുകൊണ്ട് 2.25 മണിക്കൂർ ഒരു കിടിലം പടം എടുത്ത് വെച്ചേക്കും. വിനോദ് കെടാമംഗൽ ഒരു നിർഗുണൻ ആയിട്ടുള്ള ഒരു അച്ഛനായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ അമ്മമാരായിട്ട് അഭിനയിച്ചത്. പിന്നെ ഇതിൽ അലൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച വേദാശങ്കർ, കിടിലം പെർഫോമൻസ്. ഒരു ടിപ്പിക്കൽ ഒരു മുസ്ലിം ഗേൾ, വളരെ അങ്ങനെ, അത് നമുക്ക് അങ്ങനത്തെ ഗേൾസിനെ സ്കൂളിൽ പോയി കാണാൻ സാധിക്കും. അതായത് അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിട്ട് കിടിലം പെർഫോമൻസ് ആണ് വേദാശങ്കർ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഒരു സാധാ സ്കൂൾ ഉണ്ടാവില്ല, അല്ലാതെ CBSE സ്കൂൾ അതല്ല, സാധാ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്കൂൾ. ഇത് 2009 കാലഘട്ടം കാണിക്കുന്നത്. കാരണം അതിന് റെഫറൻസ് ആയിട്ട് ലൂസിഫർ സിനിമ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമ കാണാൻ പോകുന്ന സീനൊക്കെ ഭയങ്കര കിടുവാണ്. അങ്ങനെ ലൂസിഫർ കാണിക്കുന്നുണ്ട്. പക്ഷേ കണ്ടംപററി ഡയലോഗ്സ് കുറേ ഉണ്ട് ഇതിനകത്ത്. പൂക്കി ഉൾപ്പെടെ, അന്നേരം പൂക്കി എന്നൊന്നും ആരും പറയാറില്ലല്ലോ, പക്ഷേ അത് സിനിമയല്ലേ. അപ്പോൾ അത് ഇപ്പോൾ കണ്ടംപററി ഡയലോഗ്സ് വെച്ചാലേ കണക്റ്റ് ആവുള്ളൂ. 2009 ഡയലോഗ്സ് ഇപ്പോൾ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ അങ്ങനെയുള്ള സീന്. പിന്നെ അലനും ഗ്യാങ്ങും, അമീനും ഗ്യാങ്ങും വേറെ ഭാഗത്ത്. അമീൻ ഒരു കലിപ്പനായിട്ട്, അമീൻ്റെ ഒക്കെ തിയേറ്ററിലെ സീനൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. കുറേ സമയം അത് ചിരിച്ചും മറയാനുള്ള സാധനമുണ്ട്. അവിടെ നമ്മളെ ഇദ്ദേഹം വരുന്നുണ്ട്, നമ്മുടെ കർഷകൻ കൃഷ്ണപ്രസാദ്, ബാദുഷാ ഖാൻ, അദ്ദേഹം ആ സീനിലുണ്ടായിരുന്നു ഒരു പോലീസ് ഓഫീസറായിട്ട്. അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ സ്കൂളാകുമ്പോൾ ടീച്ചേഴ്സും ഉള്ളു. അവിടെ നമ്മുടെ വിജയ് ബാബു, പുള്ളി എസ് ഓൾവേസ് ഗുഡ് പെർഫോമൻസ്, ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ടീച്ചർ. പിന്നെ അജു വർഗീസ് ഉണ്ട്, നല്ലൊരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഗുഡ് ടീച്ചർ. അങ്ങനെ പിന്നെ കുറച്ച് അവിടെയുള്ള കുറേ സിറ്റുവേഷൻസും സീൻസും, പിന്നെ യൂഷ്വൽ ലവ് പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ കോമഡികൾ, ഈ ടീനേജ് കാണിക്കുന്ന കുറേ അട്രോസിറ്റീസ്, അതുകൊണ്ടുണ്ടാകുന്ന കുറേ കോൺസിക്വൻസസ്, അങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ
വളരെ എൻഗേജിങ് ആയിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. പിന്നെ അൽഫോൺസ് പുത്രൻ വന്ന് തൂക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ കുറേ സീൻസ് അൽഫോൺസ് പുത്രനാണ്. പുള്ളിയുടെ നൈസായിട്ട് പ്രൈമർ റെഫറൻസും ഒക്കെ വെച്ചുകൊണ്ട് അൽഫോൺസ് പുത്രൻ കുറേ സമയം അൽഫോൺസ് പുത്രനായിട്ടുള്ള പെർഫോമൻസ് പരിപാടികൾ. നമ്മുടെ പഴയകാല ഡാൻസർ രവീന്ദ്രൻ പുള്ളി ഒരു സീനിൽ വന്നുകൊണ്ട് റോയൽ സ്റ്റാഗ് അടിക്കുന്നത്, അതൊക്കെ ഡീറ്റെയിലിംഗ് ഗൾഫിൽ താമസിച്ചുള്ളവർക്ക് അറിയാം റോയൽ സ്റ്റാഗ് അവിടെ അടിക്കുന്നത്. അങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് പരിപാടി അതിനകത്തുണ്ട്. പിന്നെ അരുൺ നമ്മുടെ ഒളിമ്പ്യൻ അന്തോണി യാദവ് പുള്ളിയുണ്ട്. പിന്നെ കൊടശനാട് കനകം ഒരു മൂമേട്ട്, ഇങ്ങനെ കുറേ പേര്. പിന്നെ അജിൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ച പുള്ളിയും കിടന്ന അഭിനയമായിരുന്നു. അതായത് പെർഫോമൻസ് കൊണ്ട് ഒരു സിനിമയെ എങ്ങനെ താങ്ങി നിർത്താനുള്ള എൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് സിനിമയിൽ എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്ന പെർഫോമൻസ്. ആരെങ്കിലും കൊളാക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം കൊളായി പോകും, സിനിമയുടെ മൊത്തം മൂഡ് പോകും. അതിന് എവിടെ ഇവർ അനുഭവിച്ചില്ല എന്നുള്ളതാണ്. റൈറ്ററായി കഴിഞ്ഞാൽ ഡയറക്ടറായി കഴിഞ്ഞാൽ. POP ലൈലാസുരൻ, എഡിറ്റർ കണ്ണൻ മോഹൻ, നല്ല വർക്ക്. അതായത് പടത്തിന് മൂഡ് അനുസരിച്ചിട്ട് ഗംഭീരമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്കിത് മേനോനാണ് മ്യൂസിക് സൂപ്പർവൈസർ. ഇതിൽ കുറേ കമ്പോസേഴ്സ് ഉണ്ട്, കുറേ പേരാണ് പല പാട്ടുകളും ചെയ്തിരിക്കുന്നത്. പിന്നെ A-Team എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഇതിൽ അടി ബൊമ്മാല എന്ന് പറഞ്ഞ സോങ് നല്ല വൈബായിരുന്നു. പിന്നെ കലവൻ മണിയുടെ കാർത്തൂവിൻ്റെ തോർത്തോടെ നല്ല സോങ് റീമിക്സ് ചെയ്തിട്ട് കാണിച്ചതൊക്കെ ആ പരിപാടിയൊക്കെ മൊത്തം നൈസായിരുന്നു. സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി, വിഷ്ണു സുജാതൻ, പിന്നെ മിക്സിങ് അറ്റ്മോസ്ഫിയർ കിട്ടലും പരിപാടിയായിരുന്നു. അങ്ങനെ ഈ സിനിമ വാഴയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൽ പിന്നെ സ്ട്രഗിളാണല്ലോ, യുവാക്കളുടെ സ്ട്രഗിളാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് സാധാരണ കോളേജിലേക്ക് പോകുന്നത്, വാഴയിൽ അങ്ങനെയാണ്. പിന്നെ കോളേജിൽ പോയി അവിടുത്തെ ലൈഫാണ്, ക്യാമ്പസ് ലൈഫാണ്. ഇതല്ല, ഇവർ നേരെ പിന്നെ ഈ വിദേശ രാജ്യത്തേക്ക് ഇപ്പോൾ ആൾക്കാർ ധാരാളം പോകുന്നുണ്ടല്ലോ, സ്റ്റഡിങ് എബ്രോഡ്. അപ്പം അങ്ങനെ വിസ എടുത്ത് പോകണതും അവിടെ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന സ്ട്രഗിളും കാര്യങ്ങളാണ് ടുവേർഡ്സ് ദ എൻഡ് ശരിക്കും കാണിക്കുക. അത് തുടക്കത്തിൽ തമാശയാണെങ്കിലും ജോണി സിൻസിനെ പോലത്തെ ഒരാളെ കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ തമാശയാണ് തുടങ്ങുന്നെങ്കിലും അത് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് സംഭവം നമുക്ക് ഇതിൻ്റെ സ്ട്രഗിൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. അതിൻ്റെ ഒരു ഇമോഷണൽ പാർട്ട് അത് ഗംഭീരമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് തമാശ കൂടെ പോയിട്ട് അവസാനം പിന്നെ ബ്രോ റിലേഷൻഷിപ്പ്, ബ്രോസിസ് റിലേഷൻഷിപ്പ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ അവസാനമാകുമ്പോഴത്തെ ഇമോഷണലി ശരിക്കും ഹുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഹൈ തന്നിട്ടുള്ളത് ഇതിൻ്റെ ടൈലൻ്റാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് ശരിക്കും പൊങ്ങി. അതായത് വാഴ സോങ് കൂടെ വന്നപ്പോഴുണ്ടല്ലോ, ഹേ ബനാനെ, അതും കൂടെ വന്നപ്പോഴേ ആ ടൈലൻ്റ് അത് ഇദ്ദേഹം എഴുതി വെച്ചതേ അപാരമായിട്ട്. അത് സാധാരണ ഒരു ഫ്ലാറ്റായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണെങ്കിൽ ആ സീന് അതിന് മുൻപേ തന്നെ അവർ പ്ലേസ് ചെയ്തേനെ. അവിടെ ചെയ്തെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അത് ടൈലൻറ്റിൽ കാണിച്ചപ്പോഴുണ്ടല്ലോ. കാരണം അതിനൊരു മിസ്സിംഗ് ലിങ്ക് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് അവസാനം അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ടൈലൻറ്റിൽ ശരിക്കും അങ്ങ് രോമാഞ്ചിഫിക്കേഷൻ വന്നു with that song. So, Vibin Toss and Savin Azay, thank you for Vara 2.